ഇത് കുറച്ച് ആഴണ്ടല്ലോ. ഇതാണ്ട് ഞാൻ കഴിച്ചോട്ടെ. അങ്ങനെ ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് നമ്മുടെ സ്വന്തം മല്ലു സിംഗ്. ഇപ്പൊ മണാലി എന്ന് പറയുമ്പോ ആദ്യം മല്ലു സിംഗിന് ഓർമ്മ വരുന്നത്. ഇതാണ് ഇദ്ദേഹം. ഫേമസ് ആണ് കേട്ടോ, കാണുന്ന പോലെ ഒന്നല്ല. നമ്മുടെ TMC ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. അതേപോലെ തന്നെ സുജിത് ഭക്തൻ, ഒരുപാട് വ്ളോഗേഴ്സിന്റെ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ 3 വർഷത്തെ പരിചയമാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ പോകാൻ പോണത് എവിടേക്ക്? ഇന്ന് നമുക്ക് അടൽ ടണൽ. അപ്പൊ അങ്ങനെയാണ് പോകാൻ പോണത്. ഇവിടെ ചെറിയൊരു കേരളം പോലെ തന്നെയാണ് കേട്ടോ. അതായത് ഫുഡിന്റെ കാര്യം മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മലയാളീസിനൊക്കെ കാണാം. ദേ ഇവരൊക്കെ മലയാളീസാണ്. നമ്മുടെ വിനീതേട്ടനുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അവരൊക്കെ മേളിലാണല്ലേ. മല്ലു സിംഗ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കേരളം, സ്വന്തം വീട് പോലെ തന്നെ ഫുഡ്, അതേപോലെ തന്നെ താമസം, മലയാളീസ് എല്ലാ കാര്യങ്ങളും പുള്ളി സെറ്റ് ചെയ്ത് തരില്ല. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് പുള്ളി ഇപ്പൊ വലിയൊരു വ്ളോഗറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ 30,000 കഴിഞ്ഞില്ല. അപ്പൊ പുള്ളിയുടെ ചാനലിൽ കയറി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. അതായത് ഇവിടുത്തെ ആക്ടിവിറ്റീസും അതേപോലെ തന്നെ കുറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ആക്ച്വലി നമ്മൾ അടൽ ടണലിൽ എന്തിനാ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജു രാവിലെ നമുക്കൊരു ചലഞ്ച് തന്നെ. അതായത് ഈ കാണുന്ന പോലെ നിറച്ച് മഞ്ഞ് നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിൽ പോയിട്ട് ഒരുപാട് ആൾക്കാർ ഷർട്ട് ഊരിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അവൻ എനിക്ക് തന്ന ചലഞ്ച് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷർട്ട് ഊരിയിട്ട് ഇവിടെ കിടക്കാന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്നാ ചലഞ്ച് കൊടുക്കണോ? അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രോ സെറ്റ് അല്ലേ? നമ്മൾ ഷർട്ട് ഊരി നടക്കല്ലേ? ഓക്കെ, പങ്കടാണ് നമ്മൾ ആദ്യം തന്നെ പോകാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മൾ പോണ വഴിയിലൊന്നും നിർത്തിയതാണ് കേട്ടോ. അവിടെ ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ഇത് അറ്റം വരെയാണ് വണ്ടികൾ ഇങ്ങനെ ലൈനാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇവിടെ മഞ്ഞൊന്നുമില്ല, കോപ്പ്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇവിടെ നിന്ന് നടക്കാൻ പറ്റിയായിരുന്നില്ല, വഴുക്കലും കോപ്പൊക്കെ ആയിരുന്നു. ഇവിടെ നോക്ക്, ആകെ കുറച്ച് ഏരിയകളിലും മാത്രമാണ് മഞ്ഞും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, ചുറ്റും പഞ്ചസാര കൂട്ടിയിട്ട പോലെയാണ്. പഞ്ചസാര ഉപ്പാണോ? വല്ലാത്തൊരു ഫീലല്ലേ. ഓൾറെഡി നമ്മൾ ആ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഇരുട്ടായതുകൊണ്ട് ഞാൻ പുറത്ത് പോയിട്ട് ഈ ടണലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം. ഇന്ത്യയുടെ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടണലിൽ വന്നിട്ടുണ്ട്. 9 കിലോമീറ്ററോളം നീളണ്ടല്ലേ? 9 കിലോമീറ്റർ. പിന്നെ ഇവിടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് എത്ര 240 ക്യാമറ, 280 ക്യാമറാസ് ഉണ്ട്. അതായത് നമ്മൾ എവിടെയെങ്കിലൊക്കെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഫ്ലാഷ് അടിക്കില്ലേ, ഫ്ലാഷ് അടിച്ച് ഫൈൻ അടയ്ക്കണ പോലെയല്ല, ഇവർ നമ്മളെ ജയിലിൽ കൊണ്ടിടും. ഇതാണ് ഇതിന്റെ പുറത്തേക്കുള്ള റോഡ് എന്ന് പറയുന്നത്. ഇതിന് ചുറ്റും നോക്കിയാൽ ഇവിടുത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവല്. ഇവിടെ ഭയങ്കര ചെക്കിങ് ആണ് കേട്ടോ. അതായത് ഇവിടെ ഓരോ വണ്ടികളായിട്ട് കണ്ടോ ചെക്ക് ചെയ്തിട്ടാണ് ശരിക്കും വിട്ടുകൊണ്ടിരിക്കുന്നത്. അത്ര സ്ട്രിക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി സ്ട്രിക്റ്റ്. ഇത് അവിടെ ഒക്കെ ക്യാമറാസ് കാണാം. 1, 2, 3 ക്യാമറ ഫ്രണ്ടിൽ തന്നെ ശരിക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ എപ്പോഴും ഒരു സ്റ്റോറേജ് ഉണ്ടായിരിക്കില്ല വാട്ടറിന്റെ. അത്രയും വലിയ ഒരു സെക്യൂരിറ്റി ആണ് കേട്ടോ. ഞാൻ തീപിടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ പൈപ്പിന്റെ ഉള്ളിൽ ഓൾറെഡി 4 ലക്ഷം ലിറ്ററാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ ഇത്രയും വലിയൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ, ഇത്ര സെക്യൂരിറ്റി ഉള്ള ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തെത്താൻ പറ്റിയില്ലേ. താങ്ക്സ് ബ്രോ. ഇവിടെ ഒരു നദി കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കണ്ട, ഇത് ചെറിയൊരു വീട് പോലെയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് തോന്നാം. പക്ഷെ ഈ ഒരു വലിയ മല കണ്ടല്ലോ, മലയാണ് പർവ്വതമാണെന്ന് അറിയില്ല. ഇത് തുരന്ന് 9 കിലോമീറ്റർ അപ്പുറത്താണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു അഭിമാനം എന്നൊക്കെ പറയാൻ പറ്റണ ആ ഒരു സെറ്റപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടണലിൻ്റെ പണി ഏകദേശം 10 വർഷം കൊണ്ടാണ് ശരിക്കും പൂർത്തിയായത്. അതിന് മെയിനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 കിലോമീറ്റർ വീതിയിൽ ഇതിൻ്റെ മേളിൽ കൂടെ ഒരു നദിയും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അവർ ഇത് എത്ര പണിത് കഴിഞ്ഞാലും ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം 6 വർഷത്തിന് ശേഷമാണ് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ ശരിയായില്ല. ജർമ്മനിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് റീറൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക്, ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് 10 കൊല്ലത്തിന് ശേഷം ഈ ഒരു ടണൽ ഇങ്ങനെ ആക്കി എടുത്തത്. ഇതിന് താഴെയുള്ള ഈ വെള്ളത്തിലൊക്കെ പോയിട്ട് കൈ മുക്കിയിട്ടുണ്ടെങ്കിൽ ആ മുക്കിയത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ. മരവിച്ച് പോവും അമ്മാതിരി. നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, മഞ്ഞുരുകി ലൈവായിട്ട് -ഡിഗ്രിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മീനുണ്ടോ ബ്രോ?
നമുക്ക് ഇവിടെ നിർത്തിയാലോ? കുറെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മഞ്ഞിട്ട് റോഡില് ഫുള്ളും ഒഴുക്കലാണ് കേട്ടോ. ഈ സ്ഥലം നമ്മൾ സിസുവിലേക്ക് എത്താൻ പോകുന്നു. ഇപ്പൊ സിസു ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ എന്റെ ബാക്കിലത്തെ ഒരു കാഴ്ച നോക്കിയേ, എന്റെ മോനെ പൊളിയില്ലേ. ഓ ഇവിടെ ഒന്നും എന്താ മഞ്ഞില്ലാത്ത? ഇതെന്താ രണ്ട് ജില്ലയാണോ ബ്രോ? അല്ല ഇപ്പുറത്തെ സൈഡിലും മഞ്ഞില്ല, ഇപ്പുറത്തെ ഫുള്ള് മഞ്ഞ്. വല്ലാത്തൊരു വൈബ് പ്ലേസ് ഇട്ടാ. പക്ഷേ ഈ ഒരു ഏരിയയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഫുള്ള് മഞ്ഞ് മലകൾ, അതിനിടയിൽ പൈൻ ഫോറസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ മഞ്ഞ് വെച്ചിട്ട് പല രൂപങ്ങൾ ഉണ്ടാക്കാം. ബ്രോ ബാ. അല്ല ഞങ്ങൾക്ക് വളഞ്ഞ വഴി ഇഷ്ടമല്ല, ഞങ്ങൾ ചെറിയ നല്ല വഴി കൂടെ വന്നോണ്ട്. ഹായ്. ഓ ഇതെന്തത്? അയ്യോ ഐസാണ്, ക്രിസ്റ്റൽ പോലെ. ഓ ഇവിടെ സീനാണ് കേട്ടാ. ഇത് ഓൾറെഡി ഒരു പുഴയാണ്. ആ ഒരു പുഴയുടെ മേലെ കൂടെയാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയ് ഇതൊക്കെ നോക്ക്, ഇതങ്ങോട്ട് എടുത്തങ്ങ് പൊക്കാം. അയ്യോ നോക്ക്, കട്ട്ലൈറ്റോ. നല്ല ആഴമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോവും. ഇതൊക്കെ നോക്ക്, ഇങ്ങനെ തട്ടിക്കഴിയുമ്പോൾ കണ്ട. ഓ നല്ല മുറിച്ചുണ്ട്. ഞാനാണെച്ചാൽ ഗ്ലൗ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അയ്യോ ഇത് നല്ല ഉണ്ടല്ലേ, നോക്ക്. ഞങ്ങൾക്ക് ആലോചിച്ചൊരു ഏരിയ ആണ്. നോക്ക്, ആ സീനായിരിക്കില്ല. അങ്ങോട്ട് പോവാം നമുക്ക് അല്ലേ. ഓ നല്ല ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കിതക്കിനുണ്ട്, പക്ഷെ വയർക്കില്ല. ഞാൻ മറ്റേ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കാണില്ല, ഐസിന്റെ മേളിൽ മീൻ പിടിക്കാൻ വേണ്ടി കുത്തി പൊളിക്കണം. അതേപോലെയാവോ നമ്മളിവിടെ തന്നിട്ട് അവിടെ എങ്ങനെ പോയി പൊന്തു. ഞാൻ മൂട് പോയി. അയ്യോ കണ്ടാ, സീനാണ് കേട്ടോ, സീനാണ്. ലാസ്റ്റ് എന്നെ വലിച്ച് അതിൻ്റെ ഉള്ളിൽ ഇടും. ഇത് ആരിത് മഞ്ഞെടുത്തെറിയണത് കണ്ട. ഫുള്ള് വെള്ളം ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കണത്. ഞാൻ കഴിച്ചോട്ടെ. ആ നോർമലായിട്ടുള്ള വെള്ളമല്ലേ, പക്ഷെ തണവില്ല വെള്ളത്തിന്. ആ നല്ല രസം കൊണ്ടിരിക്കുമ്പോ. ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ വെള്ളം താക്കില്ല, മൂത്രം ഒഴിക്കണം മുട്ടില്ല എന്നാണോ. അയ്യോ രണ്ട് കാലം പോയി ഗൈസ്. സീൻ ഉയ്യോ വീണ്ടും സീൻ. ഉയ്യോ ഇത് സീനാണ് കേട്ടോ. ഞാനപ്പോൾ നൈസായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോട്ടെ. ഇവിടെ മഞ്ഞൊക്കെ വെറും കോമഡിയാണ് കേട്ടോ. ഞങ്ങൾ മഞ്ഞിന് എത്രത്തോളം തണുപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി. നോക്ക് ഒരു സീനില്ല ഗൈസ്. ഞാനിപ്പോ എല്ലാം മൂരിട്ടാണ് നിൽക്കണത്. പാൻ്റ് ഉണ്ട്, കുഴിയിൽ പെട്ടതാ, ചെറുതായിട്ടൊന്ന് താന്നു. നോക്കി നിനക്ക് കിടക്കണം. മറ്റേ ഞങ്ങൾ മൂടണ. നീ ആദ്യം കിടക്ക്, ഞങ്ങൾ രണ്ടുപേരും കിടക്കാം. മൂടും ഉറപ്പ് ഗൈസ്. അപ്പോൾ ഞങ്ങള് മഞ്ഞില് കിടന്ന് മഞ്ഞോണ്ട് ഞങ്ങളെ മൂടാൻ പോകണല്ലേ. ഇത് കുറച്ച് ആഴുണ്ടല്ലോ. ഇതാണ്ട് നോക്ക്. അത് തന്നെ, ഇത് കൊറേ താന്നു പോയി. അധികം കിട്ടോ. ഞാനൊരു വട്ടം കിടന്നിട്ട് ഞാൻ എണീക്കും. ഓക്കെ അയ്യോ അതല്ല എന്റെ കാലം. സഞ്ജു ആടെ കിടക്കണോ? സ്മോക്കി ഒന്നുകൂടെ കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടെ ഞങ്ങൾ കിടക്കാൻ പോകല്ല. നമ്മള് വെറുതെ കിടക്കുള്ളൂ കേട്ടോ. നമുക്ക് മറ്റേ സ്നോമാനം ഉണ്ടാക്കാം. എനിക്ക് തണുപ്പിന്റെ അയ്യോ പോടാ ഇത് കുടുങ്ങി. ഹാർട്ട് നിൽക്കോ നേരത്തെ ഇവനെ എന്നെ മൂടിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സഞ്ജുവിന്റെ ചലഞ്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടുന്ന് പോവല്ലേ. ഞാൻ ഈ മഞ്ഞി കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്തേ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. അത് വേറെ കേസ്. ഇഗു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭാഗം എന്ന് കാണണം എന്നൊരു മോഹം. ഏകദേശം ഒരു റൂമിനായിട്ടും റെൻ്റാണ് മണാലിയിൽ ഒരു സംഭവത്തിന് വന്നിട്ടുള്ളത്. ഇവിടെ ഫുള്ള് നോക്കിയേ, ചവിട്ടി കഴിഞ്ഞാൽ നേരെ അങ്ങനെ അടിയിലേക്ക് കൂട്ടാം. അമ്മാതിരി അവസ്ഥയാണ്. അപ്പോൾ അതെ ഉയ്യോ നല്ല ആളുള്ളൊരു സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഇത്രയും ദൂരം ഞാൻ കഷ്ടപ്പെട്ട് നടന്ന് ഇവിടം വരെത്തി. ഓ ചതി, ഇതിന് ബാക്ക് സൈഡ് ഇല്ല. ഇതിൽ വലിയ മൂഞ്ചില്ല, എനിക്ക് പറ്റാല്ലേ ഗൈസ്. അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഫുള്ളുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ
ഇവൻ്റെ പകുതി ഭാഗം അലിഞ്ഞു പോയി. അപ്പോൾ ഇത് ഇത്രയും ദൂരം ഞാൻ കഷ്ടപ്പെട്ട് ഈ മഞ്ഞിൽ കാലും മുക്കി നോർമൽ ഷൂവും ഗ്ലൗവും ഇല്ലാണ്ട് നടന്നു വന്നിട്ട് എനിക്ക് പറ്റിയ പണിയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ശരിക്കല്ലടാ ഗായ്സ്, ഇതാണ് നമ്മൾ കയറി വന്ന വണ്ടി കേട്ടോ. കൂടുതൽ ഭാഗങ്ങൾ സഞ്ജുവിന്റെ ചാനലിൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ സ്മോക്കി നമുക്ക് പൊളിച്ച്. പക്ഷേ കണ്ടന്റ് വേറെ ചെയ്യാൻ നോക്കി, പക്ഷെ വേറൊരു കണ്ടന്റ് ആയി അവസാനം. പിന്നെ വേറൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് ഇപ്പോഴും തണുക്കണില്ല, ചെറുതായിട്ട് ഒരഞ്ഞ ഒരു ഫീലിംഗ്. അത് തന്നെ എവിടേക്കോ ഒരഞ്ഞു കൂട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ കാരണം തണുപ്പ് ഞങ്ങൾ പൊരുത്തപ്പെട്ടു. എനിക്ക് കൂളാണ്. ഞങ്ങൾ വേണമെങ്കിൽ ഇതഴിച്ചിട്ട് ഇവിടെ നടന്നു. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, പിന്നെ നമ്മൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. എന്നാമത്തെ നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും അടുത്തൊരു പൊളി വീഡിയോയിലാണല്ലോ. അതെ, പൊളി വീഡിയോ നമ്മൾ വരുന്നതാണ്. ഹെലികോപ്റ്റർ അപ്പൊ അതിലാണ്. ബൈ.